2010 സ്ഥാപിച്ചതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല വെറ്റിനറി ഡയറി ടെക്നോളജി സയൻസ് കോഴ്സുകളിൽ ബിരുദാനന്തര ഡോക്ടറേറ്റ് കോഴ്സുകൾ സർവകലാശാല ഇന്ന് നടത്തുന്നു. ഏകദേശം 3000 വിദ്യാർത്ഥികൾ പഠനവും ഗവേഷണവും ചെയ്തു വരുന്നു. കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിം വർക്കിൽ വെറ്റിനറി സർവകലാശാല ഇന്ന് 4ാം സ്ഥാനത്താണ്. കാർഷിക അനുബന്ധ കോളേജുകളിൽ നമ്മുടെ വെറ്റിനറി കോളേജ് പൂക്കോട് ഇതെല്ലാം 1ാം സ്ഥാനത്ത്. സമയം അങ്ങ് പറഞ്ഞ സമയം ആയി. ഒന്ന് രണ്ടെണ്ണം കൂടെ പറഞ്ഞു ഇപ്പൊ നിർത്താം പെട്ടെന്ന്. അങ്ങ് പറഞ്ഞ 10 മിനിറ്റ് ആണ്. 10 മിനിറ്റ് ആയി. ഓൾറെഡി 20 മിനിറ്റ് ക്രോസ് ചെയ്തു. ബാക്കി ടേബിൾ ചെയ്തോ? ടേബിൾ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞങ്ങ് നിർത്താം. കെപ്കോയുടെ ചില പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ വ്യാപകമായ നിലയിൽ നടക്കുന്ന നമുക്കറിയാം. മുട്ട ഉൽപ്പാദനത്തിനും ഇറച്ചി ഉൽപ്പാദനത്തിനും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കെപ്കോ. ആ കെപ്കോ ആശ്രയ അവരൊരു പുതിയ പദ്ധതി കഴിഞ്ഞ തവണ നടപ്പിലാക്കുന്ന ഗ്രാമീണ മേഖലകളിലെ വിധവകളായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് കൈത്താങ്ങായി അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ പദ്ധതി കൊടുക്കുന്നുണ്ട്. കെപ്കോ വനിതാ മിത്രം പദ്ധതി കൊടുക്കുന്നുണ്ട്. കുഞ്ഞുകൈകളിൽ കോഴിക്കുഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാ സ്കൂൾ കുട്ടികൾക്ക് 6 മുതൽ 9 വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് അത് കൊടുക്കുന്നത്. അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കേരളത്തിൽ ഉൽപ്പാദനശേഷി കൂടിയ BB380 എന്ന ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ സർക്കാരിൻ്റെ കീഴിലുള്ള അത് ഏക ഉൽപ്പാദന കേന്ദ്രമാക്കി തൃശ്ശൂരിലെ മാള മാറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മുട്ട തരുന്ന ഒരിനം കോഴിയാണത്. KLDB ബോർഡിൻ്റെ പ്രവർത്തനങ്ങളും കൂടെ ഒന്ന് രണ്ടെണ്ണം കൂടെ പറയാം. സംസ്ഥാനത്തെ പശുക്കളുടെ പാലുൽപാദനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ക്ഷീരോത്പാദനത്തിൽ സ്വയം പര്യാപ്തിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇതര കന്നുകാലി വർഗ്ഗങ്ങളായ ആടുകളുടെയും പന്നികളുടെയും ജനിതക മേന്മ വർദ്ധിപ്പിക്കുക എന്ന കർത്തവ്യമാണ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് നടപ്പിലാക്കുന്നത്. സങ്കരയിനം പശുക്കളെ ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിനെ 2ാം സ്ഥാനത്തേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതും ഉൽപ്പാദനക്ഷമതയിൽ എത്തിക്കാൻ കഴിയുന്നതും KLDB ആണ് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം പശുക്കളെ ഇപ്പോൾ അതിൻ്റെ സെക്സോർട്ടഡ് സെമൻ ഈ തവണ കൊടുക്കുന്ന കേരളത്തിൽ വ്യാപകമായ നിലയിൽ കൊടുക്കുന്നു. പറഞ്ഞാൽ പശു പ്രസവിച്ചാൽ പശുവിനെ തന്നെ പ്രസവിക്കുന്ന സെക്സോർട്ടഡ് സെമനും അവരിപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവർ നടപ്പിലാക്കുന്നുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. കേരള ഫീഡ്സ് നമുക്കറിയാം. കേരളത്തിൽ മിൽമയും കേരള ഫീഡ്സുമാണ് നമുക്ക് ആവശ്യമുള്ള തീറ്റകൾ തരുന്നത്. ഇവിടെ പലരും സൂചിപ്പിച്ചത് കേരള ഫീഡ്സിൻ്റെയൊക്കെ വില, മിൽമയുടെയും തീറ്റയുടെ വില ക്രമാതീതമായി ഇടയ്ക്കിടയ്ക്ക് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ നമ്മളങ്ങനെ വർദ്ധിപ്പിക്കാൻ പോയില്ല. ആദ്യഘട്ടത്തിൽ നമ്മൾ 20 രൂപയും പിന്നൊരു 40 രൂപയും വർദ്ധിപ്പിച്ചെങ്കിലും അത് ഞങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ഇപ്പോൾ ആ റേറ്റ് കുറച്ചു. ഇപ്പം മിൽമയും സബ്സിഡിയോടുകൂടി തന്നെയാണ് കേരളത്തിൽ തീറ്റ കൊടുക്കുന്നത്. പ്രൈവറ്റ് തീറ്റകളേക്കായും വളരെ കുറഞ്ഞ നിലവാരത്തിലാണ് കേരള ഫീഡ്സും നമ്മുടെ മിൽമയും കേരളത്തിൽ ഇപ്പോൾ ഈ ഫീഡുകൾ വിതരണം ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യയുടെ ജനങ്ങൾക്ക് ശുദ്ധവും സമ്പുഷ്ടവും സുരക്ഷിതവുമായ ഇറച്ചി ഉൽപ്പന്നങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് വിതരണം നടത്തുന്ന സ്ഥാപനമാണ് മൃഗസംരക്ഷണ കീഴിൽ പ്രവർത്തിക്കുന്ന മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ. എല്ലാ ഇനം ഇറച്ചി ഉൽപ്പന്നങ്ങളും സംസ്കരിക്കുന്നതിനുള്ള ആധുനിക സംവിധാനത്തോടു കൂടിയ ഫാക്ടറികൾ MBAയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇടയാറിൽ 31.2 കോടി രൂപ മുതൽ മുടക്കൽ ഒരു ഷിഫ്റ്റിൽ 400 മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന സംസ്കരിച്ച് ഇറച്ചി ഉൽപ്പാദിപ്പിക്കുവാൻ, അതോടൊപ്പം തന്നെ 26 മെട്രിക് ടൺ ശേഷിയുള്ള ഒരു അത്യാധുനിക അബട്ടയർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനുപരി ഉറവിടത്തിൽ തന്നെ അറവ് മാലിന്യങ്ങൾ സംസ്കരിച്ച് ഉൽപ്പന്നങ്ങളാക്കുന്ന റെൻഡറിംഗ് പ്ലാന്റും പ്രവർത്തിക്കുന്നു. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. കാരണം ഇവിടെ പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ മറുപടി കൊടുക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കേൾക്കാൻ പ്രതിപക്ഷ അംഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല.